ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. കല്ലേപ്പാടം ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. കല്ലേപ്പാടം ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ നാമനിർദ്ദേശ പട്ടിക സമർപ്പണം, പെരുമാറ്റച്ചട്ടം, സൂക്ഷ്മ പരിശോധന, ചിഹ്നം അനുവദിക്കൽ, മീറ്റ് ദ കാൻഡിഡേറ്റ്, ഇലക്ഷൻ പ്രചരണം തുടങ്ങി ജനാധിപത്യ സങ്കല്പത്തെയും പൊതു തെരഞ്ഞെടുപ്പിലെ എല്ലാ പ്രക്രിയകളെയും പറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. മദ്രസ ലീഡർ സ്ഥാനത്തേക്കായിരുന്നു ബാലറ്റ് വോട്ടിംഗ് പ്രക്രിയ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടങ്ങളും ആസൂത്രണം ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെ വിനിയോഗിക്കണമെന്ന് പ്രായോഗികമായി മനസ്സിലാക്കാനും സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധം വളർത്താനും സാധിക്കുമെന്ന് പ്രധാനാധ്യാപകൻ മുഹമ്മദ് സുലൈമാൻ അൽ മദനി പറഞ്ഞു. മദ്രസയിൽ നടക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുമെന്ന് കല്ലേപ്പാടം മഹൽ ജനറൽ സെക്രട്ടറി KM അബ്ദുൽ സലാം അഭിപ്രായപ്പെട്ടു. 92% വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചെന്ന് ഇലക്ഷൻ കമ്മീഷണറായ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് നവാസ് അറിയിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറായ മദ്രസ അധ്യാപകൻ സയ്യിദ് അലവി കോയ തങ്ങൾ, പോളിംഗ് ഓഫീസർമാരായ സലീം ലത്തീഫി, നൈസുദ്ദീൻ റുഷ്ദി, മുഹമ്മദ് വഹബി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് സ്റ്റുഡൻസ് പോലീസ് സുരക്ഷയൊരുക്കി. CCV ന്യൂസ്, പഴയന്നൂർ.